ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മൈക്കൽ കാരിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. തുടർച്ചയായി മൂന്നാമത്തെ മത്സരത്തിലും വിജയിക്കാൻ ഇന്നലെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവേശകരമായ മത്സരത്തിനൊടുവിൽ 2-3 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ കിടിലൻ ഹെഡർ ഗോൾ നേടാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ കാസെമിറോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ഈ സീസണിൽ ഉടനീളം കാസെമിറോ മികവ് പുലർത്തുന്നു. അതായത് ക്ലബിന് വേണ്ടി 23 മത്സരങ്ങൾ ആകെ താരം കളിച്ചു കഴിഞ്ഞു. അതിൽ 22 പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ്. അതിൽ നിന്ന് 5 ഗോളുകളും 2 അസിസ്റ്റുകളും കാസെമിറോ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 22 അവസരങ്ങൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 107 ഡുവലുകളും 52 ടാക്കിളുകളും വിജയിക്കാൻ കാസെമിറോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കാസെമിറോ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെജൻഡായ ജാമി കാരഗർ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം അത് പിൻവലിച്ചിട്ടുണ്ട്. അതായത് 2024 കാസെമിറോയെ കുറിച്ച് ജാമി കാരഗർ പറഞ്ഞത് ഫുട്ബോൾ അദ്ദേഹത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു എന്നാണ്. എന്നാൽ ആ പരാമർശം ജാമി കാരഗർ ഇപ്പോൾ തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനമാണ് കാസെമിറോ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അത് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഫുട്ബോൾ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മുൻപ് പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നു. ക്രെഡിറ്റ് കാസെമിറോക്ക് തന്നെയാണ്. ഇപ്പോൾ തീർത്തും വ്യത്യസ്തനായ ഒരു താരമാണ് അദ്ദേഹം. ഫിസിക്കലി കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് അദ്ദേഹം പ്രായമായതുപോലെ കളിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ അദ്ദേഹം പക്കാ പ്രൊഫഷണലാണ്. അന്ന് പറഞ്ഞത് ഞാൻ തിരുത്തുന്നു. ഇതാണ് ജാമി കാരഗർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു പരാമർശം അദ്ദേഹം ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാസെമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ സീസണോടുകൂടി യുണൈറ്റഡിനോട് താൻ ഗുഡ് ബൈ പറയുകയാണ് എന്ന കാര്യം കാസെമിറോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം പോകും എന്നാണ് റൂമറുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.